എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാവർക്കും പനി കാലാവസ്ഥയുടെ ഇതാണ്. നമ്മളിപ്പോൾ രാവിലെ അതെ കുറച്ച് തുളസി ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു റെമഡിയാണ്. കാരണം നമ്മൾ മിക്കവരും തൊണ്ടവേദന ചെറിയ പനി വരുമ്പോൾ തന്നെ കുറേ ആൻറ്റിബയോട്ടിക്കുകളും അസിത്രോമൈസിൻ കുറേ ഗുളികകളും പാരസെറ്റാമോളൊക്കെ വലിച്ചു വാരി മിഴുങ്ങി ചുമയും ആയിട്ട് പനി പോകത്തുമില്ല. എനിക്ക് സൈനസിൻ്റെ ചെറിയ പ്രോബ്ലം, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദപരമായിട്ട് ഈ സാധനം കണ്ടത് കാണിക്കാൻ വേണ്ടിയാണ് ഇത്തിരി കൂടുതൽ ഞാൻ എടുത്തത്, പനിക്കൂർക്ക. അപ്പോൾ ഇത് നമുക്കൊരാൾ തന്നതാണ്. ആവി പിടിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ചൂടോടെ പറിച്ചിങ്ങിയത്. അപ്പോൾ ഈ സാധനം നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഇതൊരു കലത്തിലോട്ട് ഒരു പുട്ട് കുറ്റിയോ എന്തെങ്കിലും നമ്മളൊരു പാത്രത്തിലോട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. തുളസിയില ഇതിൻ്റെ കൂടെ ആടലോടകം നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ ടൗൺ ഏരിയയിലോട്ട് മാറിയ കാരണം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ആടലോടകവും കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ചെറു ചൂടോടെ കുരുമുളകിട്ട് കുടിച്ചാൽ ചുമ ഉള്ളവർക്ക് പെട്ടെന്ന് കുറയും. കുരുമുളക് ഇച്ചിരി എരിവായതുകൊണ്ട് കുട്ടികൾ കുടിക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം തിളപ്പിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇവിടെ പനിയും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന ഹോം റെമഡി ഐറ്റംസാണ്. ഇതിനൊന്നും സൈഡ് എഫക്റ്റ് യാതൊന്നുമില്ല. നമുക്ക് തൊണ്ടയിൽ മൂക്കിലെയൊക്കെ ഇത് മാറും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് മുകളിൽ നെറ്റിയിൽ കഫം കെട്ടിക്കിടക്കുന്ന പ്രശ്നമുള്ളവർക്കാണെങ്കിൽ വളരെ ഫലപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വെറുതെ കണ്ടമാനം ഗുളികകൾ വാങ്ങിച്ച് തിന്ന് നമ്മുടെ കരളും കിഡ്നിയൊന്നും കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. എനിക്കും വയ്യ, തൊണ്ടയടപ്പാണ്, പ്രശ്നമാണ്. അപ്പോൾ ആവി കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ കാണുന്ന എല്ലാ പച്ചലകളും പ്രകൃതി കാണുന്നതെല്ലാം മരുന്നാണ്. നമ്മുടെ പേരയില ഷുഗറിന്, പ്രഷർ ലോയാകാൻ എല്ലാത്തിനും നല്ലതാണ്. വെറും വയറ്റിൽ ചവച്ചരച്ച് തിന്നുന്നതും അത്യുത്തമമാണ്. അപ്പോൾ ഞാനതും 2-3 ഇല പൊട്ടിച്ചിട്ടു. കാരണം നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു കാപ്പി പോലെ ആക്കി 1/2 കപ്പ് നമുക്ക് കുടിക്കാം. കുരുമുളക് കൂടെ ആഡ് ചെയ്താൽ ചുമയ്ക്കൊക്കെ അത്യുത്തമമാണ്. പനിക്കൂർക്ക പിന്നെ ഔഷധ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് പനിക്കൂർക്ക. പണ്ട് കാലം തൊട്ടേ നമ്മുടെ പൂർവികർ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഔഷധമാണ് പനിക്കൂർക്ക. അപ്പോൾ ആയുർവേദം ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഈ ഒരുപാട് അസുഖങ്ങൾ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇഞ്ചക്ഷൻ എടുത്താലും ഒക്കെ പനി, അവരും ആവി കൊള്ളിക്കാനാണ് പറയുന്നത് കുട്ടികളെ. വേപ്പറൈസറൊക്കെ ഉള്ളവർ അങ്ങനെ ആവി പിടിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്ക് പുട്ടുകുറ്റി കലമൊക്കെയാണ് നമ്മളിപ്പോഴും തുടർന്നു കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് വലിയ മെനക്കേടൊന്നുമില്ല. ഈ സംഭവമൊക്കെ നമ്മൾക്ക് ചുറ്റുവട്ടത്തൊക്കെ തന്നെ വീടുകൾ